ചോയ്സ്. ഇതാണ് ഇന്നത്തെ പുതിയ മുദ്രാവാക്യം. നമ്മൾ മനസ്സിലാക്കണം, എന്റെ ശരീരം അത് എന്റെ ചോയ്സ് ആണ്. എനിക്ക് ഏത് രീതിയിൽ അതിനെ വിനിയോഗിക്കണം എന്നുള്ളത് അത് എന്റെ ഇഷ്ടമാണ്. നിങ്ങൾ ആരും അതിന് കൈകെടുത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു അവസരത്തിൽ കലയെയും സാഹിത്യത്തെയും വളരെ അധാർമികമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കലയെയും സാഹിത്യത്തെയും എന്നും ലോക ജനത പ്രശംസിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അതിനെ വളരെ വൈകൃതമാക്കിക്കൊണ്ടിരിക്കുന്ന, അധാർമികമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിന് ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതി എന്നുള്ളത് ആ രാഷ്ട്രത്തിലെ ഓരോ ജനങ്ങളുടെയും, ഓരോ മനുഷ്യന്റെയും, ഓരോ പൗരന്റെയും വിജയമാണ്, അല്ലെങ്കിൽ അവന്റെ പുരോഗതിയാണ്, അവന്റെ വളർച്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാമൂഹ്യ ശാസ്ത്രം എടുത്തു പരിശോധിച്ചാൽ ഒരു സമൂഹം ഉണ്ടാകുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. ഒരു കുടുംബം ഉണ്ടാകുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യരിലൂടെയാണ്. ഒരു സമൂഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിലൂടെയാണ് ഒരു രാഷ്ട്ര നിർമ്മാണം സാധിക്കുന്നത്. ആ രാഷ്ട്രത്തിന്റെ പുരോഗതി ആ രാജ്യത്തിലെ ഓരോ പൗരന്മാരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പുരോഗതി എന്നുള്ളത് ആ രാഷ്ട്രത്തിലെ പൗരന്മാര് നല്ല രീതിയിൽ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു സമൂഹം വളർന്നു വരണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു വലിയ സങ്കല്പത്തിലാണ് 32 വർഷങ്ങൾക്ക് മുമ്പ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സാഹിത്യോത്സവം എന്നുള്ള വലിയൊരു ആശയവുമായിട്ട് സമൂഹത്തിന് മുന്നിട്ട് വന്നത്. ഈ 32 വർഷം സാഹിത്യോത്സവം സമൂഹത്തിന് എന്ത് സമ്മാനിച്ചു, എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും. ധാർമ്മിക ബോധമുള്ള, മൂല്യബോധമുള്ള ഒരുപാട് നല്ല യുവതയെ സൃഷ്ടിക്കാൻ ഈ SSF സാഹിത്യോത്സവന് സാധിച്ചിട്ടുണ്ട് എന്ന്. കലയെ, സാഹിത്യത്തെ, തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഏറ്റവും ഉന്നതമായ മഹത്തായ രീതിയിൽ പ്രകടിപ്പിക്കണം എന്നുള്ളത് സാഹിത്യോത്സവ്, SSF ഈ ലോകത്തിന്, ഈ രാഷ്ട്രത്തിന്, സമൂഹത്തിന് കൃത്യമായിട്ട് പറഞ്ഞുകൊടുത്തു. നമുക്കറിയാം, ഇന്ന് തെരുവുകളിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെ എത്തിക്കഴിഞ്ഞാലും അവിടെയൊക്കെ സാഹിത്യമുണ്ട്, ആവിഷ്കാരങ്ങളുണ്ട്. പലപ്പോഴും അത് ധാർമ്മികതക്ക്, തന്റെ സ്വന്തം മൂല്യബോധത്തിന് നിരക്കാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങനെ നമുക്ക് ധാർമ്മികമായിട്ട്